വിദ്യാർത്ഥികളെ, സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ 6ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യം യൂണിവേഴ്സൽ സെറ്റിനെ കുറിച്ചാണ്. യൂണിവേഴ്സൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്കാണ് വരുന്ന ഒരു സങ്കല്പമുണ്ട് അല്ലെ, യൂണിവേഴ്സ്, പ്രപഞ്ചം. അപ്പൊ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്കഷനിൽ അവിടെയുള്ള എല്ലാ സെറ്റുകളെയും ഉൾക്കൊള്ളുന്ന ഒരു വലിയൊരു സബ്സെറ്റ് ഉണ്ടാവും. അതിനെയാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണത്തിന്, ചേന്നമംഗലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വ്യത്യസ്തമായ ക്ലാസ്സുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. അത് S1A, S1B, S1C, C1A, C1B, H1, S2A, S2B, S2C, ഇങ്ങനെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയർ വരുന്ന ക്ലാസ്സുകളെ കുറിച്ചാണ് നമ്മുടെ ഡിസ്കഷൻ എങ്കിൽ ഈ എല്ലാ സെറ്റുകളെയും ഉൾക്കൊള്ളുന്ന വലിയൊരു സൂപ്പർ സെറ്റ് ഉണ്ട്. അതായത് അത് സ്കൂളാകുന്ന എല്ലാ വിദ്യാർത്ഥികളും ഉൾക്കൊള്ളുന്നതാണ് ആ സെറ്റ് എന്ന് പറയുന്നത്. ഇനി വേറെ ഡിസ്കഷൻ എടുക്കാം. നമ്മൾ കേരളത്തിലെ വ്യത്യസ്ത ജില്ലകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. 14 ജില്ലകളെ കുറിച്ചാണ് നമ്മുടെ ഡിസ്കഷൻ. അപ്പൊ ഈ ജില്ലകളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു യൂണിറ്റ് സെറ്റ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് കേരളമാണ്. ഇനി സംസ്ഥാനങ്ങളെ കുറിച്ചാണ് നമ്മുടെ ഡിസ്കഷൻ എങ്കിലോ ഇന്ത്യയാണ് യൂണിവേഴ്സൽ സെറ്റ്. അപ്പോൾ ഒരു ഡിസ്കഷനിലുള്ള എല്ലാ സബ്സെറ്റുകളെയും ഉൾക്കൊള്ളുന്ന വലിയ സെറ്റാണ് യൂണിവേഴ്സൽ സെറ്റ്. ഉദാഹരണത്തിന് നമ്മൾ നമ്പറുകളെ കുറിച്ചാണ് പറയുന്നത്. നാച്ചുറൽ നമ്പർ, ഹോൾ നമ്പർ, പ്രൈം നമ്പേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സ്, റാഷണൽ നമ്പേഴ്സ്, ഇതിനെ കുറിച്ചാണ് ഡിസ്കഷൻ എങ്കിൽ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന വലിയ നമ്പർ സിസ്റ്റം ഏതാ? റിയൽ നമ്പർ സിസ്റ്റം. അപ്പൊ അങ്ങനെ ഓരോ ഡിസ്കഷനിലും എല്ലാ സെറ്റുകളെയും ഉൾക്കൊള്ളുന്ന വലിയ സബ്സെറ്റിനെയാണ് യൂണിറ്റ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്ത് പറയാം, യൂഷ്വലി വി ഹാവ് ടു ഡീൽ വിത്ത് ദ എലമെന്റ്സ് ആൻഡ് സബ്സെറ്റ്സ് ഓഫ് ബേസിക് സെറ്റ് വിച്ച് ഈസ് റെലവെന്റ് ടു ദ പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ്. ബേസിക് സെറ്റ് ഈസ് കോൾഡ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്കഷനിൽ എല്ലാ സെറ്റുകളെയും കണക്ട് ചെയ്യുന്ന ഒരു ബേസിക് ആയ സെറ്റ് ഉണ്ടാവും. അത് മറ്റെല്ലാത്തിനും ഉൾക്കൊള്ളും. അതിനെയാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വെൻ വി ആർ ഡിസ്കസിങ് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആൻഡ് ഇറ്റ് സബ്സെറ്റ്. ഇപ്പൊ നാച്ചുറൽ നമ്പേഴ്സിന് കുറേ സബ്സെറ്റ് ഉണ്ട് അല്ലെ. എന്തൊക്കെ? സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സ്, സെറ്റ് ഓഫ് ഓഡ് നമ്പേഴ്സ്, സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ്, ഇങ്ങനെ കുറെ എല്ലാം നാച്ചുറൽ നമ്പേഴ്സിന്റെ സബ്സെറ്റുകളാണ്. അവിടെ ആ ഡിസ്കഷനിൽ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിനെ നമുക്ക് യൂണിവേഴ്സൽ സെറ്റ് എന്ന് വിളിക്കാം. അപ്പോൾ ഒരു ഡിസ്കഷനിൽ എല്ലാ സെറ്റുകളെയും ഉൾക്കൊള്ളുന്ന വലിയ സെറ്റ്, അത് നമുക്ക് ഓരോ ക്വസ്റ്റ്യനിലും നമുക്ക് ആവശ്യമുള്ളത് ഏതാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് ഡിഫൈൻ ചെയ്യാം. പക്ഷെ കണ്ടീഷൻ എന്താണ്? ആ ഡിസ്കഷനിലുള്ള എല്ലാ സബ്സെറ്റുകളെയും ഉൾക്കൊള്ളണം എന്നാണ്. സാധാരണഗതിയിൽ യൂണിവേഴ്സൽ സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ യു കൊണ്ടാണ്. മറ്റെല്ലാ സബ്സെറ്റുകളും ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി കൊണ്ടാണ്. യൂണിവേഴ്സൽ സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ യു കൊണ്ടാണ്. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ നോക്കുക. ഇൻ ഹ്യൂമൻ പോപ്പുലേഷൻ സ്റ്റഡീസ്, അപ്പൊ നമ്മൾ മൊത്തം മനുഷ്യരാശിയെ കുറിച്ചുള്ള, മനുഷ്യന്റെ പോപ്പുലേഷനെ കുറിച്ചുള്ള ഒരു പഠനമാണെങ്കിൽ അപ്പൊ എന്താണ് യൂണിറ്റ് സെറ്റ്? യൂണിറ്റ് സെറ്റ് കൺസിസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഇൻ ദ വേൾഡ്, ലോകത്തുള്ള എല്ലാ ജനങ്ങളും. അപ്പൊ അങ്ങനെ ഓരോ ഡിസ്കഷനിലും നമുക്ക് യൂണിറ്റ് സെറ്റ് ഏതോന്ന് കൺസിഡർ ചെയ്യാം. ഇനി നമുക്ക് വെൻ ഡയഗ്രം നോക്കാം. എന്താണ് വെൻ ഡയഗ്രം എന്നുള്ളത്? വെൻ ഡയഗ്രം എന്ന് പറയുന്നത് സെറ്റിനെയും യൂണിവേഴ്സൽ സെറ്റിനെയും ഒക്കെ നമുക്ക് പിക്ചറുകളായിട്ട്, അത് റെക്ടാങ്കിള് അതുപോലെ തന്നെ സ്ക്വയറുകളൊക്കെ, അങ്ങനെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആയിട്ട് അതിനെ ഡിനോട്ട് ചെയ്യുന്നതിനാണ് വെൻ ഡയഗ്രം എന്ന് പറയുന്നത്. എന്താണ്? പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ഓഫ് യൂണിവേഴ്സൽ സെറ്റ് ആൻഡ് ഇറ്റ് സബ്സെറ്റ് ഈസ് കോൾഡ് വെൻ ഡയഗ്രം. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് യൂണിവേഴ്സൽ സെറ്റ് ആൻഡ് ഇറ്റ് സബ്. നമ്മൾ ജസ്റ്റ് നോക്കാം. സാധാരണഗതിയിൽ വെൻ ഡയഗ്രത്തിൽ യൂണിവേഴ്സൽ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഏതാണ്? റെക്ടാങ്കിൾ. അതിന്റെ എല്ലാ സബ്സെറ്റുകളും ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് സർക്കിൾ. എന്താണ്? യൂണിവേഴ്സൽ സെറ്റിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി റെക്ടാങ്കിളും സബ്സെറ്റുകളെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി എന്താ ഉപയോഗിക്കുക? സർക്കിളുകളുമാണ്. ഒരു എക്സാമ്പിൾ നോക്കാം. A is equal to set 1, 2, 3. B equal to set 4, 5. എന്താണ്? A എന്ന് പറഞ്ഞാൽ 1, 2, 3, B equal to 4, 5. അപ്പോൾ യൂണിറ്റ് സെറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, യൂണിറ്റ് സെറ്റ് എന്തിനെ ഉൾക്കൊള്ളണം? എയിലുള്ള എല്ലാ എലമെന്റിനെയും
ബിയിലുള്ള എല്ലാ എലമെന്റുകളെയും ഉൾക്കൊള്ളുന്നതാവണം യൂണിവേഴ്സൽ സെറ്റ് എന്നത് ഉറപ്പാണ്. ബാക്കി എത്രയും ഉണ്ടാവാം, പക്ഷെ നിർബന്ധമായിട്ടും യൂണിവേഴ്സൽ സെറ്റ് എന് ഉൾക്കൊള്ളണം, ബിന് ഉൾക്കൊള്ളണം, എക്സ്ട്രാ വേറെ എലമെന്റ്സ് ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. അപ്പൊ യു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എന്തെടുത്തു 1 2 3 4 5 6. ഇനി ഒന്ന് നോക്കുക, യു എന്ന് പറയുന്ന യൂണിറ്റ് സെറ്റ് എന് ഉൾക്കൊണ്ടിട്ടില്ലേ? ഉണ്ട്. ബിന് ഉൾക്കൊണ്ടിട്ടില്ലേ? ഉണ്ട്. അപ്പൊ യൂണിറ്റ് സെറ്റ് തന്നെയാണ് അല്ലെ. ഇനി അതിന്റെ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ അഥവാ വെൻ ഡയഗ്രാം ആണ്. അപ്പൊ എന്താണ് വരുന്നത്? യൂണിവേഴ്സൽ സെറ്റിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഒരു റെക്ടാങ്കിൾ, എ എന്ന് പറയുന്ന സെറ്റിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഒരു സർക്കിൾ, ബി എന്ന് പറയുന്ന സെറ്റിനെ ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി മറ്റൊരു സർക്കിൾ. എന്നിട്ട് എന്ത് ചെയ്യണം? എന്റെ എയിലുള്ള എലമെന്റിനെ എയുടെ ആ സർക്കിളിന്റെ ഉള്ളിൽ എന്ത് ചെയ്യുക? പല ഭാഗത്തായിട്ട് റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ എയിൽ ഏതൊക്കെയുള്ളത്? 1 2 3. ബിയിൽ ഏതൊക്കെയുള്ളത്? 4 5. അപ്പൊ 4 5 ഞാൻ ഉൾക്കൊള്ളിച്ചു. ഇനി യൂണിവേഴ്സൽ സെറ്റിലുള്ള എല്ലാ എലമെന്റ് ആയോ നോക്കുക? ഇല്ല. യൂണിവേഴ്സൽ സെറ്റിൽ 1 2 3 4 5 6 വരെ ഉണ്ട് അല്ലെ. അപ്പോ 1 2 3 ഇവിടെ വന്നു അല്ലെ. 1 2 3 എയിൽ വന്നു, പിന്നെ 4 5 ഇവിടെ വന്നു. ഫുള്ളായോ? ഇല്ല, ഒരു 6 കൂടി ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ആ 6 എന്ന് പറഞ്ഞാൽ എയിൽ പെടോ? ഇല്ല. ബിയിൽ പെടോ? ഇല്ല. അപ്പൊ അതിന്റെ പുറത്തായിരിക്കണം, യുവിന്റെ ഉള്ളിലായിരിക്കണം. അപ്പൊ ഇങ്ങനെയാണ് യൂണിവേഴ്സൽ സെറ്റിനെയും അതിന്റെ സബ്സെറ്റുകളെയും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. A is equal to 1 2 3, B is equal to set 2, U equal to 1 2 3 4 5 6. ഇവിടെ ഒരു പ്രത്യേകത നോക്കുക. ബി എന്നത് എയുടെ സബ്സെറ്റ് അല്ലേ? കാരണം എന്താ? ബിയിലുള്ളതൊക്കെ എയിലുണ്ട് അല്ലെ. ബിയിലുള്ള എലമെന്റ് 2 ആണ്, ആ ബിയിലുള്ള എലമെന്റ് എയിലുണ്ട്. അപ്പൊ ഒന്ന് മറ്റൊന്നിന്റെ സബ്സെറ്റ് ആണെങ്കിൽ നമ്മൾ വരക്കുമ്പോ ബി എന്ന് പറയുന്ന സർക്കിൾ എ എന്ന് പറയുന്ന സർക്കിൾ ഉള്ളിലാണ് വരക്കേണ്ടത്. യു എന്ന് പറയുന്ന സെറ്റോ 1 2 3 4 5 6 ആണ്. അപ്പൊ അതിന്റെ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ എന്ത് പറയാം, വെൻ ഡയഗ്രാം നോക്കാം. ഇതാണ് അതിന്റെ വെൻ ഡയഗ്രാം. ആദ്യം ഞാൻ ചെയ്തത്, ശരിക്കും ശ്രദ്ധിക്കണം, ആദ്യം ഞാൻ ചെയ്തത് ഏറ്റവും ചെറിയ സെറ്റ്, ഉള്ളിലുള്ള സെറ്റ് ഏതാ? ബി ആണ് അല്ലെ. ബി എന്ന് പറയുന്ന സർക്കിൾ വരച്ചു. എന്നിട്ട് ബിയിലുള്ള എലമെന്റ് കൊടുത്തു. ഏതാ? 2 ആണ്. ബിയിലുള്ള എലമെന്റ് ഏതാ? 2 ആണ്. പിന്നെ ഞാൻ എയിലുള്ള എലമെന്റ് ഒക്കെ വരച്ചു. ബി എവിടെ ഉള്ളത്? ബി ഉള്ളത് എന്റെ ഉള്ളിലല്ലേ. അപ്പൊ ബിയിലുള്ള എലമെന്റ് ഒക്കെ എന്റെ എലമെന്റ് ആണ്. എയില് 1 2 3 ഉണ്ട് അല്ലെ. ആ 2 ഓൾറെഡി ബിയിലുള്ളത് കൊണ്ട് ഇനി വീണ്ടും എന്റെ ഉള്ളിൽ വേറെ 2 വരക്കേണ്ട. അപ്പൊ ബിയിലുള്ള 2 എയിലുള്ളത് കൊണ്ട് 2 വരച്ചു. ഇനി ഏതൊക്കെ വേണ്ടേ? എയില് 1 2 3 ഉണ്ട് അല്ലെ. അപ്പൊ 1 വേണം, അത് ഇവിടെ വരക്കണം. ബിന്റെ ഉള്ളിൽ വരക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ബിയിൽ 1 ഉണ്ടോ? ഇല്ല. ബിയിൽ 2 മാത്രമേ ഉള്ളൂ. അപ്പൊ ബിന്റെ പുറത്തായിട്ട് എന്റെ ഉള്ളിലായിട്ടാണ് 1 റെപ്രസെന്റ് ചെയ്യേണ്ടത്. അതുപോലെ 3യോ? 3യും അതേപോലെ എന്റെ ഉള്ളിലാവണം, ബിന്റെ പുറത്താണ്. കാരണം എന്താ? 3 ബിയിലുണ്ടോ? ഇല്ല. ബിയിൽ 2 മാത്രമേ ഉള്ളൂ. എയില് 1 2 3 ഉണ്ട്. ആ 1ഉം 3യും ബിന്റെ പുറത്ത് എന്റെ ഉള്ളിലായി. ഇപ്പൊ നോക്കുക, എയില് 1 2 3 പെട്ടു അല്ലെ. അപ്പൊ എയില് 1 2 3 ആയി, ബി 2 ആയി അല്ലെ. അപ്പൊ എപ്പോഴാണ് ഇങ്ങനെ വരക്കേണ്ടത്? ഒരു സെറ്റിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു സർക്കിളിനുള്ളിൽ മറ്റൊരു സർക്കിൾ വരക്കേണ്ടപ്പോഴാണ് ഒന്ന് മറ്റൊന്നിന്റെ സബ്സെറ്റ് ആകുമ്പോൾ. അപ്പൊ എയിലുള്ള എലമെന്റ് ഏതൊക്കെ? 1 2 3 വന്നു. ഇനി യുയിലുള്ള എലമെന്റ് 1 2 3 മാത്രമേ ഉള്ളൂ. അല്ല, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്. അതെന്ത് ചെയ്യണം? എന്റെ പുറത്ത് എവിടെയും മാർക്ക് ചെയ്യാം. 4 ഇവിടെ, 5 ഇവിടെ, 6. അപ്പൊ ഞാൻ ഇതിന് പേരുണ്ടല്ലേ, യു എന്ന് കൊടുത്ത്. യു എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ റെക്ടാങ്കിൾ റെപ്രസെന്റേഷൻ ആണ് യു. ആദ്യത്തെ സർക്കിൾ അല്ലെങ്കിൽ പുറത്തുള്ള സർക്കിൾ ആണ് എ, ഉള്ളിലുള്ള സർക്കിൾ ആണ് ബി. ഉള്ളിൽ ബി ആണോ എ ആണോ തീരുമാനിക്കില്ല. ഏതാണോ ചെറിയ സെറ്റ്, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന സെറ്റ്, അത് ഉള്ളിൽ ഉൾപ്പെടുത്തുക എന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ വെൻ ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യുക. ഇനി നമുക്ക് സെറ്റിന്റെ ഓപ്പറേഷനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ.